പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കിട്ട് പണിയാനായിട്ടാണ് ചൈനയുടെ പരിപാടി. ഇന്ത്യ വെറുതെ ഇരിക്കും. ഇന്ത്യയും കാര്യമായിട്ട് തന്നെ കളത്തിലിറങ്ങി കളി തുടങ്ങി. ഇപ്പോൾ ഏതാ ചൈനയുടെ മറ്റൊരു അയൽക്കാരനുമായിട്ട് കൂടി നമ്മുടെ ഇൻഡോ റഷ്യൻ ബ്രഹ്മോസ് ക്രൂസ് മിസൈലിൻ്റെ ഡീല് നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളിലേക്കാണ് ഒന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഘുനാഥ് ചൈതന്യ. ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് മുഖ്യ അതിഥിയായിട്ട് വരുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആണ്. ഇതെല്ലാവർക്കും അറിയാം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈല് ഇന്ത്യയും ഇന്തോനേഷ്യയുമായിട്ട് കരാർ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വിശദാംശങ്ങൾ രണ്ട് രാജ്യങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ ഒരു മിസൈൽ കയറ്റുമതിയെ പറ്റിയിട്ട് ഇന്ത്യ ഒരുപാട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് ആവശ്യം ചൈനയുടെ ചുറ്റും ശക്തരായ ചൈനയ്ക്കുള്ള എതിരാളികളെയാണ്. ജപ്പാനും തൈവാനും സ്വന്തം നിലയിൽ ഒരുപാട് ആധുനിക ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. 2024 ഇന്ത്യൻ നാവികസേനാ മേധാവിയായിട്ടുള്ള അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ഇന്തോനേഷ്യ സന്ദർശിച്ചു. ഈ സമയത്ത് ബ്രഹ്മോസിനെ കുറിച്ചും അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മോസിന്റെ സാങ്കേതിക വിദ്യയിലെ സഹകരണം ഞങ്ങളുടെ അജണ്ടയിലുണ്ടെന്നുള്ളത് ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി ഈയിടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്തോനേഷ്യയെ പുറകോട്ട് വലിച്ചത് അവരുടെ ബജറ്റിലെ പരിമിതികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ പ്രതിരോധ ബജറ്റ് ധാരാളമായി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലുമാണ്. ഇപ്രാവശ്യത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ ന്യൂഡൽഹി സന്ദർശനവും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഒരു ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ത്വരിതപ്പെടുത്തും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്തോനേഷ്യക്ക് വിൽക്കുന്ന കാര്യത്തിൽ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്ന് നേരെ പാകിസ്ഥാനിലേക്ക് പോകാനാണ് ആദ്യം പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ ഇന്ത്യ ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ അവരതിൽ നിന്ന് പിന്മാറുകയുണ്ടായി എന്നുള്ള ഒരു വാർത്തയും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്തോനേഷ്യ ബ്രഹ്മോസ് മിസൈലിൻ്റെ ആകാശ പതിപ്പിനോടാണ് താല്പര്യം കാണിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ കയ്യിൽ റഷ്യ നിർമ്മിതമായിട്ടുള്ള സുഖോയ് 27 യുദ്ധവിമാനങ്ങളും സുഖോയ് 30 യുദ്ധവിമാനങ്ങളും അതുപോലെ കിലോ ക്ലാസ് അന്തർവാഹിനികളും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വളരെ പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ബ്രഹ്മോസിന് സാധിക്കും എന്നുള്ളത് ഇന്ത്യ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യമാണ്. പിന്നെ വരുന്ന അവരുടെ സാമ്പത്തിക പരിമിതിയുടെ കാര്യമാണ്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ നാഷണൽ ബാങ്കിൽ നിന്നോ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് ഒരു വായ്പ വാഗ്ദാനം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വരികയാണ്. ഇതിന് കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഏകദേശം $350 മില്യൺ ഒരു ഡീലായിരുന്നു നമ്മൾ ഫിലിപ്പൈൻസുമായിട്ട് സൈൻ ചെയ്ത് ഓൾറെഡി നമ്മൾ ബ്രഹ്മോസ് മിസൈലുകൾ അവർക്ക് കയറ്റുമതി ചെയ്തത്. അതിനുശേഷം ബ്രഹ്മോസ് മിസൈലിന് വേണ്ടിയിട്ട് ഒരു $700 മില്യൺ കരാറിനായിട്ട് ഇന്ത്യ വിയറ്റ്നാമുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിനുശേഷമാണ് ഈ ഇന്തോനേഷ്യയുമായിട്ടുള്ള ഡീല് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഏതായാലും ചൈനയുടെ അതിമോഹമായിട്ടുള്ള ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെയെല്ലാം പിടിച്ചെടുത്തൊന്ന് വിപുലീകരിക്കാമെന്നുള്ള ആ ഒരു തന്ത്രത്തിനെതിരെ ചൈനയുടെ ശത്രുക്കളെ സഹായിക്കാനായിട്ട് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയും നമ്മളെപ്പോലെ ആകുന്ന വിധത്തിൽ നമ്മുടെ നൂതന ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ അവരുടെയൊക്കെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് രീതിയിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ബ്രഹ്മോസിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിൽ എത്തിച്ചതിന് പുറകെ തന്നെ ഈ മിസൈലുകൾ ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസ് ഓൾറെഡി വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിരവധി രാജ്യങ്ങൾ ബ്രഹ്മോസ് വാങ്ങാനായിട്ട് ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ച് നമ്മുടെ കൂടെയുണ്ട്. താല്പര്യമുള്ള എല്ലാ കക്ഷികളുമായിട്ടും നമ്മൾ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു കയറ്റുമതി ഓർഡറും കൂടെ നമ്മൾ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം കൂടി ഇപ്പോൾ ബ്രഹ്മോസിൻ്റെ ഓർഡറുകളുടെ പോർട്ട്ഫോളിയോ ഒരു $7 ബില്യൺ എത്തി നിൽക്കുകയാണ്. 2024 ഇന്തോനേഷ്യ, വിയറ്റ്നാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ നമ്മുടെ മിസൈലിൽ താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് ബ്രഹ്മോസ് എയറോസ്പേസിൻ്റെ മാനേജിംഗ് കോ ഡയറക്ടറായിട്ടുള്ള അലക്സാണ്ടർ മക്സിച്ചേവിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള ടാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബ്രഹ്മോസ് എയർസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇന്ത്യക്ക് 50.5% പങ്കാളിത്തവും റഷ്യക്ക് 49.5% പങ്കാളിത്തവുമാണ് ഉള്ളത്. ബ്രഹ്മോസ് ശബ്ദത്തിൻ്റെ 3 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈൽ ആയതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇതിനെ വീഴ്ത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയധികം രാജ്യങ്ങൾ ബ്രഹ്മോസിന് വേണ്ടി പ്രത്യേകിച്ച് മുന്നോട്ട് വരുന്നത്. കാരണം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയോട് വളരെ അടുത്ത് താണ് പറക്കാനുള്ള കഴിവും ബ്രഹ്മോസിനുണ്ട്.
വാസ്തവത്തിൽ ടെർമിനൽ ഘട്ടത്തിൽ ഈ മിസൈലിന് ഭൂമിയിൽ നിന്നും വെറും 10 മീറ്റർ ഉയരത്തിൽ പോലും പറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനെ ഏറ്റവും ഡെഡ്ലിയാക്കി മാറ്റുന്നത്. ചൈനയുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ലഡാക്കിലും അരുണാചൽ പ്രദേശിലുമെല്ലാം ഇന്ത്യൻ സൈന്യം ഈ മിസൈലുകളുടെ കരപ്പതിപ്പ് നിരയായിട്ട് വിന്യസിച്ച് വെച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 10 യുദ്ധക്കപ്പലുകളിൽ ബ്രഹ്മോസ് മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല 5 കപ്പലുകളിൽ നമ്മൾ വെർട്ടിക്കൽ ലോഞ്ചിങ് സംവിധാനങ്ങൾ ഓൾറെഡി ഘടിപ്പിച്ചു കഴിഞ്ഞു. അതിലും താമസിയാതെ നമ്മൾ ബ്രഹ്മോസ് സജ്ജീകരിക്കാൻ പോവുകയാണ്. ഇനി ബ്രഹ്മോസിന്റെ വ്യോമ പതിപ്പിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 40 സുഖോയ് വിമാനങ്ങൾ നമ്മൾ പരിഷ്കരിച്ച് ബ്രഹ്മോസിനെ ക്യാരി ചെയ്യാൻ കേപ്പബിളാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള സുഖോയ് വിമാനങ്ങളെയും HAL ക്രമേണ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള 8 മാക്ക് വേഗതയിൽ പറക്കാൻ കഴിയുന്ന ഒരു ബ്രഹ്മോസ് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്തോനേഷ്യയുമായിട്ട് ബ്രഹ്മോസിന് പുറമെ കൂടുതൽ പ്രതിരോധ കരാറുകൾ ഒപ്പുവയ്ക്കാനായിട്ട് നമുക്ക് എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ സുഖോയ് 30 യുദ്ധവിമാനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കരാറും ഇന്ത്യയുമായിട്ട് അവർ ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്തോനേഷ്യക്ക് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന LCA തേജസ്സിൽ താല്പര്യമുണ്ട്, നമ്മുടെ ആകാശ് മിസൈലുകളിൽ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററുകളിലും അവർക്ക് താല്പര്യം ഉണ്ട്. ഇതെല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് ഇന്ത്യയും താല്പര്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം വളരെ ശക്തമാണ്, വളരെ വ്യക്തമാണ്. ചൈനയുടെ ചുറ്റുമുള്ള ചൈനയുടെ ശത്രുക്കളെ ശക്തിപ്പെടുത്തുക. അത് എന്ത് വില കൊടുത്തായാലും വേണ്ടില്ല. അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് ലോൺ കൊടുത്താണെങ്കിലും അവരെ ശക്തിപ്പെടുത്തുക. അങ്ങനെ ചൈനയെ വളഞ്ഞിട്ട് പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ചുമതലയേക്കുന്നതോടുകൂടി ക്വാഡ് സഖ്യം ഇനിയും ശക്തമാകും എന്നുള്ളത് നമുക്കറിയാം. ജപ്പാനും തായ്വാനും അവരവരുടേതായിട്ടുള്ള നിലയിൽ അവർ വളരെയധികം ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും മറ്റെല്ലാ ചെറിയ രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചൈനയുടെ അപ്രമാദിത്യം അവസാനിപ്പിക്കാനായിട്ട് വളരെ എളുപ്പം നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടായിരിക്കാം ചൈന ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊരു സുഹൃത്ത് ബന്ധത്തിന് വേണ്ടി താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. എങ്കിലും പുറകിൽ കൂടെ ഇന്ത്യക്കിട്ട് പണിയാനായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ഇന്ത്യയും അതുപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം സുഹൃത്തുക്കളെ. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ജയ് ഹിന്ദ്.